ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിലുള്ള നോർമൽ മെഷീൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ബ്ലൗസിൽ ഹുക്ക് വെക്കാന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നമുക്കിതിന് ആവശ്യമുള്ളത് 3 ഇഞ്ച് വീതിയുള്ളൊരു പീസും അതേപോലെ തന്നെ 2.5 ഇഞ്ച് വീതിയുള്ള മറ്റൊരു പീസും കൂടി വേണം. ആദ്യം നമുക്ക് ബ്ലൗസിൻ്റെ നെക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കണം കേട്ടോ. ഹെമ്മിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെമ്മിങ് ചെയ്തെടുക്കുക, അതല്ല അടിച്ച് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിച്ച് തിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2.5 ഇഞ്ച് പീസ് എടുത്തല്ലോ, അതിനെ 1 ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ എപ്പോഴും കൊക്കി അടിക്കാൻ വേണ്ടിയിട്ടുള്ള പീസ് സ്റ്റിച്ച് ചെയ്യുമല്ലോ, അതേപോലെ തന്നെ നമുക്ക് ആദ്യം ഒരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ആ 2.5 ഇഞ്ച് പീസിന് പതിച്ചടിക്കുക കേട്ടോ. പോയിൻറ്റിൽ തന്നെ അടിക്കണം, 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ ആയി പോരുത്. പോയിൻറ്റിൽ അടിച്ചെടുക്കുക. നമ്മൾ 3 ഇഞ്ച് പീസ് കട്ട് ചെയ്ത് വെച്ചല്ലോ, അപ്പോൾ അതിന് ഇതേപോലെ 1 ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ പതിച്ചടിച്ചുവല്ലോ ആ ഭാഗത്ത് ഫോൾഡ് ചെയ്ത ഭാഗം വരണം കേട്ടോ. ഈ 3 ഇഞ്ചിൻ്റെ ഫോൾഡ് ചെയ്ത ഭാഗം നമ്മൾ പതിച്ചടിച്ച് അവിടെ വരണം. നമ്മൾ പതിച്ചടിച്ച സ്റ്റിച്ചിൻ്റെ അവിടെ നിന്ന് ഒരു 2 സെൻറ്റിമീറ്റർ ഇപ്പുറത്തായിട്ട് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത്, അതിൽ കൂടി പോരുത്. അപ്പോൾ അതറിയാൻ വേണ്ടി ഒന്ന് മാർക്ക് ചെയ്തതാണ്. അപ്പോൾ ഈ ഫോൾഡ് ചെയ്ത ഭാഗം നമ്മളിപ്പോൾ ഒരു 2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് മാർക്ക് ചെയ്തുവല്ലോ, അവിടെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കൊക്കിയുടെ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. നിങ്ങൾ ഏത് രീതിക്കാണോ കൊക്കിയുടെ പോയിൻ്റ് മാർക്ക് ചെയ്യുക അതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ആ പോയിൻ്റിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ അപ്പുറത്തും 1 സെൻറ്റിമീറ്റർ ഇപ്പുറത്തുമായിട്ട് നമ്മൾ 3 ഇഞ്ച് മടക്കിയില്ലേ ആ പീസിൽ മാർക്ക് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ നമ്മൾ 5 കൊക്കിയുടെ അവിടെയും ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തത് നമ്മൾ പതിച്ചടിച്ച പീസിലാണ്. ഇപ്പോൾ 3 ഇഞ്ച് മടക്ക് പീസ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ മാർക്ക് ചെയ്ത പീസിൻ്റെ 1 സെൻറ്റിമീറ്റർ അപ്പുറത്തും 1 സെൻറ്റിമീറ്റർ ഇപ്പുറത്തുമായിട്ട് മാർക്ക് ചെയ്തെടുക്കുക. ഇതേപോലെ മാർക്ക് ചെയ്യണം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇളകി പോവാതിരിക്കാൻ വേണ്ടി നമ്മുടെ മുട്ട് സൂചി ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടൊന്ന് സെക്യൂർ ചെയ്ത് വെക്കുക. ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം കേട്ടോ. നമുക്ക് താഴത്തുനിന്ന് തുടങ്ങുക. ആദ്യം നമ്മൾ മടക്കിയ പീസ് ഉണ്ടല്ലോ, അപ്പോൾ ആ പീസ് നിന്നിട്ട് ആദ്യം തുടങ്ങേണ്ടത്. ഇവിടെ നിന്ന് മടക്ക് കൂടെ അടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തുവല്ലോ, അപ്പോൾ അവിടെ ഒന്ന് കെട്ടിട്ടെടുക്കുക, നീളത്തിൽ കെട്ടിട്ടെടുക്കുക. ഒരുപാട് നീണ്ടു പോരുത്, അത് 1 സെൻറ്റിമീറ്റർ മതി. എന്നിട്ട് അവിടെ നിന്ന് അപ്പുറത്തെ ലൈനിലേക്ക് സൂചി കുത്തി നിർത്തുക. ഈ 2ൻ്റെ ഇടയ്ക്ക് സ്റ്റിച്ച് വരരുത്. ഈ ലൈനിലും ഇതേപോലെ കെട്ടിട്ടെടുക്കുക. എന്നിട്ട് ഈ മടക്ക് പീസിൽ തന്നെ ഞാനിപ്പോൾ വരയ്ക്കുന്ന പോലെ അടിച്ചെടുക്കുക. നമ്മളിപ്പുറത്ത് എങ്ങനെയാണ് ചെയ്ത് അതേപോലെ തന്നെ ഇതിലും ഈ 2 ലൈനിൻ്റെ ഇടയിലും സ്റ്റിച്ച് വരരുത്. ഒരു ലൈൻ അടിച്ചിട്ട് സൂചി അപ്പുറത്തെ ലൈനിലേക്ക് കുത്തി നിർത്തിയിട്ട് വേണം കേട്ടോ അടിക്കാൻ. അതേപോലെ തന്നെ ഈ 5 സൈഡത്തെ കൊക്കിയിലും അടിച്ചെടുക്കുക. ഇതിൽ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. നീളം നമ്മൾ ഈ കെട്ടിടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ നീളം കൂടാൻ പാടില്ല. അതേപോലെ 2 ലൈനിൻ്റെയും ഇടയിലുള്ള ആ സ്പേസിൽ സ്റ്റിച്ച് വീഴാതെ നോക്കണം. അതേപോലെ ഈ 5 അവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ അടിച്ചെടുക്കുക. ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആ പോർഷനിൽ വീതിയോ നീളമോ കൂടിപ്പോയാൽ കൊക്കി ഊരി വരും, അതായത് പുറത്ത് കൂടെ ഇങ്ങനെ ഊരി വരും. അതുകൊണ്ട് വീതിയും നീളവും നമ്മൾ മാർക്ക് ചെയ്ത പോലെ തന്നെ നീളം 1 സെൻറ്റിമീറ്ററും ലൈനിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് 2 സെൻറ്റിമീറ്ററും വരുന്ന പോലെ ശ്രദ്ധിക്കുക. ഇതേപോലെ നമ്മൾ 5 കൊക്കിയുടെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഫുള്ള് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 ലൈനിൻ്റെ ഇടയിൽ ആ നൂലുണ്ടാവുമല്ലോ, നമ്മൾ സൂചി അപ്പുറത്ത് കുത്തി നിർത്തുമ്പോൾ ഒരു നൂലുണ്ടാവുമല്ലോ അതിൽ, അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതേപോലത്തെ ആറി വർക്ക് സൂചിയോ അതല്ലാന്നുണ്ടെങ്കിൽ ഇത്തിരി വലിയ സൂചി എടുക്കുക. എന്നിട്ട് നമ്മൾ ആ 2 ലൈനിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അധികം ഇങ്ങനെ കുത്തി കൊടുക്കുക. ഇത് നമുക്ക് കൊക്കി ഇത്തിരി എളുപ്പം കയറിപ്പോവാൻ വഴി ഉണ്ടാക്കി കൊടുക്കാനാണ്. എന്നിട്ട് കൊക്കിയുടെ നല്ല ഭാഗം ഉണ്ടല്ലോ, മുകളിലത്തെ പോർഷൻ നമ്മളിനെ നോക്കി നിൽക്കണ പോലെ ഒന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ തലഭാഗം മാത്രം പുറത്തേക്ക് വരണം, ബാക്കി പോർഷൻ ഉള്ളിൽ തന്നെ ഉള്ള പോലെ ചെയ്യുക. അതേപോലെ തന്നെ ഈ 5 സൈഡും ഒന്ന് കുത്തി കൊടുത്തിട്ട് അതേപോലെ കൊക്കീനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക. തലഭാഗം പുറത്ത് വന്നതും അതൊന്ന് ശരിയാക്കി കൊടുക്കുക. പിന്നെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ നോർമൽ എങ്ങനെയാണോ കൊക്കി വയ്ക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്യുക അതേപോലെ തന്നെ ആ ഫോൾഡ്, അതായത് ഒരു 1 ഫോൾഡ് ചെയ്തിട്ട് അതിനൊന്ന് മേലെ കൂടെ ഒരു അടി അടിച്ചെടുക്കുക. ഈ നെക്കിൻ്റെ അവിടെ വരുമ്പോഴും നമ്മൾ തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ നോർമൽ മെഷീനിൽ സിമ്പിളായിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കൊക്കി വെച്ചെടുക്കുക. ഇതങ്ങനെ സിമ്പിളായിട്ടൊന്നും ഊരി വരില്ല. നമുക്ക് ആ ഹോള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
2 സെൻറ്റിമീറ്റർ വിടാതെ അതിന് കൂടുതലായിട്ട് വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഇടുമ്പോഴത്തേക്കും അത് ഊരി വരും കേട്ടോ. അപ്പം നല്ല ചെറുതായിട്ട് അടിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് വേഗം ചെയ്തെടുക്കാൻ പറ്റും.